കരൂർ ദുരന്തത്തിൽ വിജയെ സിബിഐ ചോദ്യം ചെയ്യുന്നു. ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് വിജയ് ഹാജരായത്. എന്നാൽ തമിഴ്നാട്ടിൽ നടന്ന സംഭവത്തിൽ സിബിഐ എന്തിനാണ് ഡൽഹിയിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന് DMK വിമർശിക്കുന്നു. സാക്ഷിയായാണ് ഈ വിജയ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അഭിഭാഷക സംഘവും വിജയ്ക്കൊപ്പമുണ്ട്. എന്തായാലും 12 മണിയോടെ വിജയ് അവിടെ CBIക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അജയ്, വിജയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമാണ്. ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, ഇന്ന് 12 മണിക്കാണ് വിജയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചത്. 3 ഉദ്യോഗസ്ഥ സംഘമാണ് വിജയെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു CBI സൂപ്രണ്ടന്റ് ഓഫീസറും പിന്നെ അതുപോലെ ഒരു ഇൻസ്പെക്ടറും അതുപോലെ തന്നെ മറ്റ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ചേർന്നാണ് വിജയെ ചോദ്യം ചെയ്യുന്നത്. ഉടൻ തന്നെ ഈ ഉച്ചഭക്ഷണത്തിനായി ഒരു ബ്രേക്ക് എടുക്കും. അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ പുനരാരംഭിക്കും എന്നാണ് വിവരം ലഭിക്കുന്നത്. കരൂർ ദുരന്തത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വിജയിൽ നിന്ന് ചോദിച്ചറിയാനാണ് CBI ലക്ഷ്യമിടുന്നത്. സാക്ഷി എന്നുള്ള നിലയിലാണ് വിജയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ കരൂർ ദുരന്തം, കരൂരിൽ നടന്നിട്ടുള്ള ഈ പരിപാടി, TVK പാർട്ടിയുടെ ഈ പരിപാടി, അത് സംഘടിപ്പിച്ച വിവരം വിജയ് അറിഞ്ഞത് എപ്പോഴാണ്, ഈ പരിപാടിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച നേതാക്കൾ ആരൊക്കെ, അതുപോലെ തന്നെ ഈ കരൂർ ദുരന്തം നടക്കുന്ന ആ സമയത്ത് ഒരു കുട്ടി മിസ്സായതിനെ പറ്റിയിട്ട് ഒരു അനൗൺസ്മെന്റ് ആ സ്ഥലത്ത് നടന്നിരുന്നു. ആ അനൗൺസ്മെന്റിന് ശേഷമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടായത് എന്നാണ് ഈ പോലീസിന്റെ ഒരു ഭാഷ്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കുട്ടിയെ മിസ്സായതിനെ പറ്റിയിട്ടുള്ള ഈ അനൗൺസ്മെന്റ്, അതിനെപ്പറ്റി വിജയ്ക്ക് അറിവുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഈ സ്ഥലത്തെത്താൻ വിജയ് ഏതാണ്ട് 4-5 മണിക്കൂറോളം വൈകിയിട്ടുണ്ട്. കരൂർ ഈ പരിപാടി നിശ്ചയിച്ചിരുന്ന സമയത്തേക്കാൾ വിജയ് വളരെയധികം വൈകി, നേരം ഇരുട്ടിയതിന് ശേഷമാണ് അവിടെ എത്തിയത്. വിജയ് ഇത്രയധികം വൈകാനുണ്ടായ കാര്യം എന്താണ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഈ സംഭവത്തെ പറ്റി വിജയ് അറിഞ്ഞത് എപ്പോഴാണ്, കരൂർ ദുരന്തം നടന്നതായി വിജയ് അറിഞ്ഞത് എപ്പോഴാണ് എന്ന് ചോദിക്കും. അതുപോലെ ഈ സ്ഥലത്ത് നിന്ന് ഈ സംഭവമുണ്ടായി പ്രശ്നം രൂക്ഷമായതിനു ശേഷം വിജയ് ഉടൻ തന്നെ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങിയത് എന്തുകൊണ്ടാണ് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ സ്ഥലത്ത്, കരൂർ ദുരന്തം നടന്ന സ്ഥലത്ത് ഈ ഒരു സ്ഥലപരിമിതി ഉണ്ടായിരുന്നതായിട്ട് TVK പാർട്ടി നേതാക്കളെ പോലീസ് നേരത്തെ അറിയിച്ചിരുന്നതായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്ഥലപരിമിതി ഉണ്ടായിരുന്ന കാര്യം അത് വിജയ്ക്ക് അറിയാമായിരുന്നോ എന്ന് CBI തീർച്ചയായിട്ടും ചോദിക്കും. അതുപോലെ ഈ ആൾക്കൂട്ടം, അത് ഈ പരിധി കഴിഞ്ഞ് അവിടെ എത്തിയതിനെ പറ്റി, ഈ കൃത്യമായിട്ടുള്ള ഈ ഒരു സംഘാടനത്തിലെ പിഴവ്, അതിനെ പറ്റിയിട്ട് വിജയ്ക്ക് അറിയാമായിരുന്നോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ചോദിച്ചറിയുക. ചോദ്യം ചെയ്ത് ഇന്ന് തന്നെ അദ്ദേഹത്തെ വിട്ടയക്കും എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. വിജയ്ക്കൊപ്പം 10 അംഗ അഭിഭാഷക സംഘവും അതുപോലെ തന്നെ നേരത്തെ ചോദ്യം ചെയ്ത TVKയുടെ നേതാക്കളായിട്ടുള്ള ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ തുടങ്ങിയിട്ടുള്ള നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഉടൻ തന്നെ ഒരു ഉച്ചഭക്ഷണത്തിനുള്ള ഒരു ബ്രേക്ക് എടുക്കും. അതിനുശേഷം പുനരാരംഭിക്കും. അതുപോലെ വിജയെ ചോദ്യം ചെയ്യാനായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് DMK ശക്തമായി വിമർശിക്കുന്നുണ്ട്. DMKയുടെ വക്താവായിട്ടുള്ള ശരവണനാണ് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഈ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള സംഭവത്തിന് ഡൽഹിയിലേക്ക് എന്തിനാണ് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നത്? ഇത് വിജയ മാത്രമല്ല, ഈ സംഭവം നടന്ന് അവിടെ ഇരയാക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് വിളിക്കുന്നത് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് CBI നടത്തുന്നത് തീർത്തും അനീതിയും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യവുമാണെന്നാണ് ഈ ശരവണൻ, DMK വക്താവായിട്ടുള്ള ശരവണൻ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യൽ ഡൽഹിയിലായതിനാൽ വിചാരണയും ഡൽഹിയിലാകുമോ എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വിജയുടെ ചോദ്യം ചെയ്യൽ നിലവിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.